ഇതെൻ്റെ ആനയാണ് കാവേരി. അതായത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാനൊക്കെ തിരിഞ്ഞാൽ ഒരു കമ്പനാന ഉണ്ടാക്കുന്നതിനേക്കാൾ പ്രശ്നം ഉണ്ടാക്കുവാൻ. ഓക്ക് ഇഷ്ടമുള്ള ഫുഡ് എന്ന് പറയാൻ പറഞ്ഞില്ല, ചോക്കോബാറാണ്. ആകെ കറങ്ങി നടക്കണം, അതാണ് ഓളെ ഹോബി. എന്ത് കാര്യവും പെട്ടെന്ന് മനസ്സിലാക്കി. അപ്പോൾ ഞാൻ ആനനെ പഠിക്കുന്നതിന് മുമ്പ് ആന എന്നെ പഠിച്ചു. ജീവിതത്തിൽ പൗതി മുക്കാൽ ഭാഗം അവളെ കൂടെ തന്നെ. ഇതെങ്ങനെ സെലൂട്ട് കൊടുക്കല്? അപ്പോൾ ഇതാണ് എൻ്റെ മക്കള്. 10-40 ആൾക്കാർക്ക് മേലുണ്ട് ഇവിടെ. ഇത് വേറെ രസമുണ്ട്. ഇവള് കാവേരിനെ കൊണ്ട് പറഞ്ഞ മാതിരി ഭയങ്കര ഫാൻസ് ഉള്ള ആളാണ്. ഉണ്ടപ്പെട്ടി എന്നുള്ള പേരിടാൻ കാരണം തിന്ന റെസ്റ്റ് എടുക്കുക ആ പരിപാടിയാണ്. ഇവനെ കൊടുക്കുന്നത് നമ്മളൊരു ഡ്രൈവറാണ്. ആ ഡ്രൈവർ 2ാം ദിവസം കടിച്ച് കഷ്ണം എടുത്തു. പേരുകളൊക്കെ ഷിമില് തന്നെയാണോ? ഞങ്ങളിട്ടുണ്ട്. ഇവിടെ എല്ലാം ഞാൻ പറഞ്ഞ ചികിത്സ അടക്കം ഞങ്ങളാണ്. ഡെയിലി കാവേരി ഇവിടെ നിന്നാണ് പൈനാപ്പിൾ നമ്മളെ കയ്യിൽ നിന്ന് വാങ്ങി കഴിക്കൽ. അവൾ വന്ന അന്ന് മുതൽ എല്ലാ ദിവസവും മുടങ്ങാതെ ഇവിടെ വരലുണ്ട്. ഡെയിലി ഒരു പൈനാപ്പിൾ മസ്റ്റാണ്, ഒരു ചോക്കോബാറും. എല്ലാവരും പറഞ്ഞത് ഒരാഴ്ചക്ക് അപ്പുറം ഈ ആന കടന്നു പോകില്ല എന്ന് എന്നോട് പറഞ്ഞു. മരിച്ചു പോകുന്ന പറഞ്ഞിട്ട്. അങ്ങനെയുള്ള ഒരു ആനയാണ് ഇപ്പം ഇന്ന് കേരളത്തിൽ ഇങ്ങനെ കത്തി നടക്കേണ്ടത്. ഒരുമയുടെ നാടൻ സെലിബ്രേഷൻ സാറാസ്. എല്ലാ ആനപ്രേമികൾക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് കേരളത്തിൽ തന്നെ ഏറ്റവും പോപ്പുലറായ ആനയുടെ മുകളിലാണ്. അതെ, നമ്മുടെ സ്വന്തം കാവേരിയുടെ മുകളിലാണ്. ഈ ആനയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. കാരണം ഈ ആന ഐസ്ക്രീം കഴിക്കുന്ന ആനയാണ്. പിന്നെ കേരളത്തിൽ തന്നെ ചങ്ങലയില്ലാത്ത ഒരേ ഒരു ആനയാണ്. സോ അതുകൊണ്ട് തന്നെ ഞാൻ ഇത്ര കൂളായിട്ട് ഇതിലിരിക്കുന്നത്. സോ നമുക്ക് ആനയുടെ വിശേഷങ്ങളിലേക്ക് പോയാലോ? എൻ്റെ പേര് ഷിമില്. ഇതെൻ്റെ ആനയാണ് കാവേരി. അപ്പോൾ ഇവള് എൻ്റെ കൂടെ കൂടിയിട്ട് ഒരു 4-5 വർഷമായി. ആള് ഒരു വെറൈറ്റിയാണ്. കേരളത്തിലെ മറ്റ് ആനകൾക്കില്ലാത്ത ഒരുപാട് പ്രത്യേകതകൾ നമ്മുടെ കാവേരിക്കുണ്ട്. പല വീഡിയോസിലൂടെ ഞങ്ങളത് കണ്ടിട്ടുണ്ട്. അപ്പം ശരിക്കും എന്തൊക്കെ പ്രത്യേകതകളാണ് കാവേരിക്കുള്ളത്? ഇവളെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചെങ്ങല തീരെ ഉപയോഗിക്കാത്തൊരു ആന. എന്ത് കാര്യവും പെട്ടെന്ന് മനസ്സിലാക്കിയിടും. ഒറ്റവട്ടം നമ്മൾ കാണിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ആനനെ പഠിക്കുന്നതിന് മുമ്പ് ആന എന്നെ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ വന്ന ഒരു 2-3 ദിവസം ആനയ്ക്ക് നമ്മളെ ഭാഷ മനസ്സിലാത്ത പ്രശ്നമുള്ളായിരുന്നു. പിന്നെ ഞാനൊരു കാട്ടിൻ്റെ ഒരു ആംഗ്യം മതി, ചട്ടൊന്നും വേണ്ട, കയ്യോ കാലോ കാട്ടിയാൽ മതി. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ മാതിരി തന്നെ ഞാൻ ഒരു പ്രാവശ്യം തൃശ്ശൂർ പോയപ്പോൾ അവിടുന്ന് കുറച്ച് ടീംസിനോട് ചോദിച്ചു എങ്ങനെയാണ് അവർക്കിൻ്റെ ഭാഷ മനസ്സിലാവില്ല, മലപ്പുറം ഭാഷയായിട്ട്. പക്ഷെ ആന അതുപോലെ ചെയ്യണം. അപ്പം എന്നോട് ചോദിച്ചു എങ്ങനെയാണ് നിങ്ങൾ ആനക്ക് ഈ ഭാഷ മനസ്സിലാവേണ്ടത് നോക്കി. ഇപ്പൊ നമ്മുടെ ആനനെ മലപ്പുറം ഭാഷയിലൊന്ന് വിളിച്ചേ. പോവല്ലേ പോവാ. കാവേരി എന്നുള്ള പേര് അത് ഭയങ്കര വെറൈറ്റി ആണ്, ആ ഒരു നെയിം. അപ്പൊ കാവേരി എന്നോട്ടാണ് വിളിച്ചു തുടങ്ങിയത്? ഷിമിലിന്റെ അടുത്ത് കിട്ടിയപ്പോഴാണോ കാവേരി? അല്ല, ഇത് ആനകൾ എന്ന് പറഞ്ഞാൽ നമ്മളെ മനുഷ്യന്മാരെ മാറി ബർത്ത് സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പൊ അത് നമ്മളുടെ പേരല്ല, ആനന്റെ പേര് തന്നെയാണ്. അത് മുമ്പേ നമ്മൾ എടുത്തെത്തുന്നതിന് മുമ്പേ പേര് കാവേരി എന്നാണ്. കാവേരിനെ എന്തെങ്കിലും പേര് ചുരുക്കിയൊക്കെ വിളിക്കാറുണ്ടോ സ്നേഹം വരുമ്പോഴൊക്കെ ഷിമില്? അല്ല, ഓളെ മോളെ എന്ന് വിളിക്കും. ഞാൻ മോളെ എന്ന് വിളിക്കുന്നതാണ് ഇഷ്ടം. കാവേരി എന്നൊന്നും വിളിക്കലില്ല. മോളെ പെണ്ണെ എന്നൊക്കെ വിളിക്കണം, അതാണ് ഓളെ ഇഷ്ടം. അതുപോലെ തന്നെ ഇപ്പൊ നമ്മള് കണ്ടു കാവേരി കുറേ ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പൊ ഏതെങ്കിലും പ്രത്യേക ഫുഡ് കാവേരിക്ക് ഇഷ്ടമുണ്ടോ? അല്ലെങ്കിൽ കാവേരി ഏറ്റവും കൂടുതൽ കഴിക്കുന്ന ഫുഡ് ഏതാണ്? ഓക്ക് ഇഷ്ടമുള്ള ഫുഡ് എന്ന് പറയാൻ പറഞ്ഞില്ല, ചോക്കോബാറാണ് വലിയ ഇഷ്ടം. പിന്നെ ഈ പറഞ്ഞ മാതിരി മേഞ്ഞ് നടക്കണം, ആകെ കറങ്ങി നടക്കണം, അതാണ് ഓളെ മെയിൻ ഹോബി. അപ്പോൾ വലിയൊരു വിഷയം എന്താ വെച്ചാൽ ഈ കറക്കം മുടങ്ങിയ ആള് പല പ്രശ്നങ്ങളും ഉണ്ടാക്കും. ഞാൻ ഇവിടെ നാട്ടിലില്ലെങ്കിൽ 2 ദിവസം എനിക്കൊരു ദിവസം ലീവ് എടുക്കാൻ പറ്റുള്ളൂ. ആള് ഒരു ദിവസം കൂടുതൽ ലീവ് തരൂല. അപ്പോൾ ഞാൻ നാട്ടിലില്ലെങ്കിൽ കുറേ പ്രശ്നങ്ങൾ ആന ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പം വയലന്റ് ആയ ഒരു ആനയാണെന്നും കൂടി പറയുന്നുണ്ട്. അപ്പം എന്തൊക്കെ രീതിയിലാണ് ഇപ്പം ദേഷ്യം വന്ന കാവേരി എങ്ങനെയൊക്കെയാണ് റിയാക്ട് ചെയ്യുന്നത്? ദേഷ്യം വന്നാൽ പിന്നെ ആള് അവിടെ വേൾപ്പിച്ചിട്ട് നിർത്തുള്ളൂ. എന്തെങ്കിലും പ്രശ്നങ്ങൾ ആന തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അടിയും കുത്തൊന്നും ഇതിന് പേടിയില്ല. അങ്ങനെ പിടിച്ച് നിർത്താനൊന്നും വിചാരിക്കണ്ട. ആന ഒരൊറ്റ പോക്കിൽ 5-6 ഗേറ്റ്, ഒരു ലോറി, ഒരു കാറൊക്കെ ശരിയാക്കി. ഈ നാട്ടിൽ തന്നെ? അതന്ന് ഞാനും അവളും പഠിക്കേണ്ടതിന് മുമ്പാണ്. അതിനുശേഷം എങ്ങനെയാണ് ഇണക്കിയെടുത്തത്? കാരണം അന്ന് നമുക്കറിയാം അന്ന് നമുക്കറിയില്ലല്ലോ ആനക്ക് ഇന്ന കാര്യങ്ങളാണ്. പിന്നെ ആൾ ഇനിയും പഠിച്ചു, ഞാൻ ആളും പഠിച്ചു. ആള് വിഷയം എന്താ വെച്ചാല് നമ്മള് ആളടിയിൽ നിന്ന് അടിക്കരുത്, അതുപോലെ ആൾക്കാരടിയിൽ നിന്ന് ഇരിക്കാൻ പറയരുത്. പിന്നെ അതുപോലെ ഷോ പരിപാടിയൊന്നും നടക്കൂല. ഏത് 4 ആള് കൂടുമ്പോഴുള്ള അടിക്കലും കുത്തലും ആ പരിപാടിയൊന്നും ആന സമ്മതിക്കൂല. ഇപ്പൊ വേറെ ആരെങ്കിലും ഷിമിലല്ലാതെ വേറെ ആരെങ്കിലും കാവേരിയുടെ അടുത്ത് ചെല്ലുന്നതൊക്കെ ഇഷ്ടമല്ല. നമ്മളെ അടുത്ത് കൊമ്പനാനായിരുന്നു ഫസ്റ്റ് ഉണ്ടായിരുന്നത്. അപ്പൊ ആ ആനന്റെ പ്രത്യേകത എന്താ വെച്ചാല് ഡെയിലി ഭക്ഷണം കൊടുക്കുന്ന ആൾക്കാരൊക്കെ ഒരു പരിഗണന ആനക്കുണ്ടായി. ഇതിന് ഞാനല്ലാത്ത ഒരാളോട് താല്പര്യമില്ല. അതിപ്പോ നമ്മളെ സ്ഥിരമായിട്ട് ഫുഡ് കൊടുക്കുന്ന ആൾക്കാരാണെങ്കിൽ കൊടുക്കുക,
പോവുക. ചട്ടടിക്കുക അല്ലെങ്കിൽ കൊഞ്ചിക്കുക ഒന്നും പറ്റില്ല. ആനേനെ മറ്റുള്ള ആൾക്കാർ കൊഞ്ചിച്ചാൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? അടിച്ചിടും അടിക്കും. അടിക്കിടും. കാരണം എന്താ വെച്ചാൽ കുറെ ആൾക്കാർക്ക് കിട്ടിയിട്ടുണ്ട്. ഭക്ഷണം കൊടുത്തിട്ട് ഈ പറഞ്ഞമാതിരി മോളെ കുഞ്ഞേറെ ഉയ്യും, മുഖത്ത് ഉയ്യണ്ട് ഇഷ്ടമല്ല, അപ്പൊ അടിച്ചിടുവാനാ. ഞാൻ ഫ്രണ്ടിലില്ലെങ്കിൽ അടി എന്തായാലും ഉറപ്പാണ്. ഞാൻ ഫ്രണ്ടിൽ നിൽക്കണമെങ്കിൽ അപ്പൊ ക്ഷമിക്കും. പിന്നെ ഞാൻ ഇല്ലാത്ത ഗ്യാപ്പിൽ ആളെ എവിടെയും കാണുകയാണ് അപ്പോൾ ഓടിക്കും. അവിടെ വീട്ടിൽ തന്നെ ബാക്കി പണിക്കാർക്കൊന്നും അടുത്ത് വരാൻ പറ്റില്ല. ഇവന് ആ ചെക്കന് വരാം. ഇവൻ പിന്നെ വന്ന കാലം തൊട്ടേ അവളെല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടവനാണ്. ഷിമിലിന്റെ അടുത്ത് എങ്ങനെയാണ് കാവേരി സ്നേഹം പ്രകടിപ്പിക്കുന്നത്? അത് പിന്നെ ഭയങ്കര കൊഞ്ചലും കളിയും കൈ കെട്ടലും വിളിക്കലും അതിൻ്റെ അടുത്തേ ഉള്ളൂ. ആൾക്കാരുടെ മുന്നിൽ വെച്ച് സ്നേഹം കാണിക്കാറുണ്ടോ? ഇല്ല. അത് താല്പര്യമില്ല. ഞാൻ പറഞ്ഞില്ല, അത് അതിലൊക്കെ കുറച്ച് തറവാടിത്തം, കുറച്ച് ആളടിയിൽ സ്റ്റാൻഡേർഡാണ് ആൾ. പിന്നെ അത് മാത്രമല്ല, വീട്ടിലുള്ള കളികള് ഇപ്പൊ ആനൊരു പരിപാടിക്ക് പോയാൽ ചെയ്യൂല. പിന്നെ പ്രത്യേകം എന്താ വെച്ചാല് അമ്പലത്തിലോ അതിലൊക്കെ പോയാൽ പിന്നെ ആള് ഫുൾ സ്റ്റാൻഡേർഡായി. ഇപ്പൊ ഇവിടെ നിന്നൊക്കെ ഭക്ഷണത്തിന് എന്തെങ്കിലും ഇപ്പൊ ചോക്കോബാറോ അല്ലെ പയൊക്കെ കണ്ടാല് ചിലപ്പോ ഒരു ആർത്തി കാണിക്കും. പക്ഷെ ഊട്ടിനും പരിപാടിക്കും പോയ ആന കൊടുക്കേണ്ടതേ വാങ്ങും. ഇതൊക്കെ പഠിപ്പിച്ചതാണോ അതോ? അല്ല, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ പഠിപ്പിച്ചിട്ടില്ല. ഞാൻ ഈ അയച്ചുവിടലും പിന്നെ എന്റെ ഒരു രീതി ചെറിയ കാര്യങ്ങളെ ഞാൻ പഠിപ്പിച്ചിട്ടുള്ളൂ. പിന്നെ ഈ ആന പെട്ടെന്ന് ശരീരം കയറിയതല്ലേ, അപ്പോൾ ശരിക്കും പോക്ക് വെയിറ്റ് ഓവറാണ്. അപ്പോൾ ആ പഴയ ശരീരത്തിനെ നടക്കുക. അവിടെ പോര്, എടുത്തു പോര്. പിന്നെ ഇവള് വേറെ സംഭവമുണ്ട്. ഞാൻ പറഞ്ഞില്ല, മറ്റുള്ള ആനകൾ മാതിരിയല്ല. മറ്റുള്ള ആനകൾക്കൊക്കെ ചട്ടടിച്ചിട്ടല്ലേ കൊണ്ടെടുക്കുക. എല്ലാത്തിനും അങ്ങോട്ട് തിരിയാൻ നമ്മൾ കൂടെ നടന്ന് പറയണം. ഇവർക്ക് ഇപ്പം നിങ്ങൾ കണ്ടില്ലേ, അങ്ങനെ ആള് തന്നെ പോയി വാങ്ങും. പക്ഷേ വയലിൽ നിന്ന് കമൻ്റ് അടിക്കാനൊന്നും പറ്റില്ല. ആൾക്കാർ ആള് കയറും, ഓടിക്കും. അതായത് ഇപ്പോൾ ഈ പറഞ്ഞ ആനക്കീനെന്നൊന്നും പറയാൻ പാടില്ല, കണ്ടു നിൽക്കാം. അത് വിട്ടുനിന്ന് ഇപ്പോൾ ഇവിടെ വേറെ സംഭവമുണ്ട്. ഇവിടുത്തെ ഒരു പ്രത്യേകത വെച്ചാൽ ഇവിടെ നിങ്ങൾ കണ്ട ആരും ശല്യം ചെയ്യില്ല. ആനേൻ്റെ വൈക്ക് പോവും, ആൾക്കാർ വൈക്ക് പോവും. അല്ല വൈക്ക് നിൽക്കുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഡെയിലി നടക്കും. ഡെയിലി പിന്നെ ഇത് കഴിഞ്ഞ് നേരെ ഇവിടുന്ന് കഴിഞ്ഞാൽ പിന്നെ മേയാൻ വിടും. അപ്പോൾ കുറച്ച് നേരം തിന്നും. അതായത് ശരിക്ക് 3 കിലോമീറ്റർ നടത്തണം എന്നാണ്. ഇവള് പിന്നെ ഓളം മൂടനുസരിച്ചാ. ഓള് ചിലപ്പോൾ ഇതിലാണ് കയറി പോവും. അത് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിൽക്കുന്നില്ല. കണ്ടോ, അവിടെ നിന്ന് പോകുന്ന ആള് ചോക്കോബാർ ഇനി വൈക്കുന്നതാണ്. അതുപോലെ അവിടെ നിന്ന് വാങ്ങി പോരും. ആളെ പൈനാപ്പിൾ വാങ്ങിയാൽ കഴിഞ്ഞു. ഇനിയിപ്പോൾ ചോക്കോബാറും കീശിയിട്ട് വരും. ഈ പൈനാപ്പിൾ കഴിച്ച് കഴിഞ്ഞാൽ അപ്പോൾ നിൽക്കും. പിന്നെ അത് മാത്രമല്ല, ഇതിൻ്റെ രസം എന്താ വെച്ചാലേ ചോക്കോബാർ തിന്ന് കഴിഞ്ഞാൽ കോല് തുപ്പും ചെയ്യും. ആ കോല് കൊടുക്കണേ കഴിക്കൂല വീട്ടിൽ. അത് തുപ്പും. ഇപ്പോൾ ബ്രേക്ക് കുടിച്ചാൽ എന്താരോ, ഇപ്പോൾ പൈനാപ്പിൾ കഴിഞ്ഞു. ഇനി അവൻ്റെ കീസിൽ നിന്ന് ചോക്കോബാർ കിട്ടണം. എൻ്റെ പേര് റഫീഖ്. ഡെയിലി കാവേരി ഇവിടെ നിന്നാണ് പൈനാപ്പിൾ നമ്മളെ കയ്യിൽ നിന്ന് വാങ്ങി കഴിക്കല്. എല്ലാ ദിവസവും ഇവിടെ വരും. അവൾ വന്ന അന്ന് മുതൽ എല്ലാ ദിവസവും മുടങ്ങാതെ ഇവിടെ വരലുണ്ട്. ഡെയിലി ഒരു പൈനാപ്പിൾ മസ്റ്റാണ്, ഒരു ചോക്കോബാറും നിർബന്ധമാണ്. ആനകൾ ഈ ചോക്കോബാർ കഴിക്കുന്ന ആദ്യമായിട്ട് കേൾക്കുക. അപ്പൊ കാവേരി ആദ്യമായിട്ട് ഇവിടുന്ന് ചോക്കോബാർ വാങ്ങിയത് എങ്ങനെയാണെന്ന് ഓർമ്മയുണ്ടോ? അല്ല, ചോക്കോബാർ ശിമിലിക്കാൻ്റെ കൂടെ വരുമ്പോൾ അവർ ചോക്കോബാർ കഴിക്കും. പാപ്പാനും ശിമിലിക്കയും ചോക്കോബാർ കഴിക്കും. അപ്പോൾ അവൾക്കൊന്ന് കൊടുത്ത് അങ്ങനെ ശീലമായതാണ്. പിന്നെ ഡെയിലി അവൾക്ക് ചോക്കോബാർ കിട്ടണം. എല്ലാ ദിവസവും ഒരേ സമയത്ത് തന്നെ? എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ വരും. ശിമിലിക്ക നാട്ടിലുള്ള സമയത്തൊക്കെ വൈകുന്നേരങ്ങളിൽ വരും. ഇപ്പൊ കാവേരി വരുമ്പോ ഇവിടെ ചോക്കോബാർ തീർന്നു പോയ അവസ്ഥയുണ്ടോ? അങ്ങനെ എന്തെങ്കിലും? ഇല്ല, ഡെയിലി സ്റ്റോക്ക് ഉണ്ടാവും നമ്മളെ കയ്യിൽ എപ്പോഴും. നമ്മളെ ഒരു പൈനാപ്പിൾ എന്തായാലും ഡെയിലി മസ്റ്റാണ്. നമ്മൾ ഇല്ലെങ്കിൽ എവിടെയെങ്കിലും വരുത്തിയിട്ടാണെങ്കിലും ഇവിടെ വെക്കും നമ്മൾ. കാരണം ഡെയിലി വരുമ്പോൾ അവർക്ക് അത് കിട്ടണം. കാവേരി ഒറ്റയ്ക്ക് വരാറുണ്ടോ ചോക്കോബാർ മേടിക്കാൻ? ഒറ്റയ്ക്കല്ല, ശിമിലിക്കാൻ്റെ കൂടെ വരുള്ളൂ. ശിമിലിക്ക ഉണ്ടെങ്കിൽ കാവേരി പുറത്തിറങ്ങലുള്ളൂ. ചങ്ങലയില്ലാത്ത ഒരു ആന, അത് ഭയങ്കര പ്രത്യേകത തന്നെയാണ്. കാരണം കേരളത്തിൽ ചങ്ങലയില്ലാത്ത ഒരേ ഒരു ഗജറാണിയാണ് കാവേരി. അപ്പം ഏതെങ്കിലും ഒരു അവസരത്തിൽ കാവേരിക്ക് ചങ്ങല ഇടേണ്ടി വന്നിട്ടുണ്ടോ? ഞാനൊരു 2 ദിവസത്തിനൊക്കെ കൊടുക്കാൻ മാറിക്കണേ അപ്പോൾ അതും ചെങ്ങലൊന്നും ഇതിന് വിഷയമല്ല. ആള് പൊട്ടിക്കണം വിചാരിച്ചാൽ പൊട്ടിക്കും. അതായത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാനൊക്കെ തിരിഞ്ഞാൽ ഒരു കമ്പനാന ഉണ്ടാക്കുന്നതിനേക്കാൾ പ്രശ്നം ഉണ്ടാക്കുവാനാണ്. ഇതിന് ചെങ്ങല ഇട്ടാലാണ് ഇപ്പോൾ പ്രശ്നം. ഇപ്പോൾ നമ്മൾ ചെങ്ങല ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ആനക്ക് ടെൻഷനാണ്. ഇതെന്താ ഇപ്പോൾ ചെങ്ങലിടുന്നത്? അപ്പോൾ ഞാൻ ആ ലോറിയിൽ നിന്ന് ചെങ്ങല എടുക്കലെന്നല്ല, വീട്ടിലത്തെ അറിയിൽ കയറുകൊണ്ട് കിട്ടും, അത്രേ ഉള്ളൂ. ഷിമിലിന്റെ ഭാഷ ഇപ്പം ആനയ്ക്ക് നല്ല വ്യക്തമായിട്ട് മനസ്സിലാവും, മലപ്പുറം ഭാഷ. അതുപോലെ ആനയുടെ ഭാഷ ഷിമിലിന് എങ്ങനെയാണ് മനസ്സിലാവുന്നത്? അത് ഓരോന്നിനും ഓരോരോ രീതിയിലാണ് ആന
കാണിക്കുക, ഇഷ്ടപ്പെടാത്ത ആൾക്കാരത് അത് വേറെ രീതിക്ക് കാണിക്കും. അതെങ്ങനെ കാണിക്കുന്നത്? അത് നമ്മളോട് ഇങ്ങനെ നെഗറ്റീവ് കാണിക്കും. അത് ഒട്ടുമിക്ക ആളുകൾ അങ്ങനെ തന്നെ ചെയ്യാം. അതുപോലെ പിന്നെ എന്നോട് സംസാരിക്കേണ്ട രീതി വേറെയാണ്. അതിങ്ങനെ ഓരോരോ സൗണ്ട് ഉണ്ടാക്കും, കളി ഉണ്ടാക്കും, അത് പല രീതിയിലുള്ള സൗണ്ട് വരും. നമുക്ക് അത് പുറമെന്ന് ഒരാൾ കണ്ടാൽ ചിലപ്പോൾ മനസ്സിലാവില്ല. സംസാരിക്കുന്നത് എത്ര നാളുകൊണ്ടാണ് മനസ്സിലാക്കി എടുത്തത്? കാരണം ഇങ്ങനെയുള്ള ഈ ആനന്റെ സംഭവം, ഈ മൃഗങ്ങൾ എന്ന് പറഞ്ഞാലേ നമ്മൾ കൂടെ നടന്ന് മനസ്സിലാക്കേണ്ട സംഭവമാണ്. അത് നമുക്ക് അറിയില്ലല്ലോ. അതായത് ഇതാണ് സംഭവം, അതാണ് സംഭവം. അത് കുറച്ച് കാലം ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഈ ആന ഇന്ന സംഭവം കാണിച്ചാൽ കൈവിടും അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാക്കുമെന്ന് നമുക്ക് മനസ്സിലായി. അപ്പൊ പിന്നെ ഞാൻ ഈ ആനയുള്ള പ്രത്യേകത എന്താ വെച്ചാൽ അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യം ഞാനും ചെയ്യില്ല, എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യം ആനും ചെയ്യില്ല. ഇനിയിപ്പോൾ ആരെന്നെ നിർബന്ധിച്ചാലും ഇപ്പൊ ചില ഊട്ടിനൊക്കെ പോകുമ്പോൾ നമ്മൾ ചില ഭക്ഷണം കൊടുക്കരുത് എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ ചിലപ്പോൾ നമ്മൾ കേൾക്കാതെ കൊടുക്കും. അതാക്കന്നെ എറിയും ആന. അപ്പൊ ഞങ്ങൾ രണ്ടാളും ഒരു അഡ്ജസ്റ്റ്മെന്റിലാണ്. ഇപ്പൊ ഷിമിലിന്റെ അടുത്ത് ആരെങ്കിലും കൂടുതൽ സ്നേഹം കാണിച്ച ഏതെങ്കിലും പെൺകുട്ടികളൊക്കെ അടുത്ത് നിൽക്കുവാണെങ്കിൽ പൊസസീവ് ആവാറുണ്ടോ കാവേരി? ഇവക്ക് എന്താ വിഷയം എന്ന് വെച്ചാല് അവിടെയുള്ള പോത്തില്ലേ, ആ പോത്തിനെ ഞാൻ കളിപ്പിക്കാൻ പറ്റില്ല. അതുപോലെ അവളെ മുന്നിൽ മറ്റ് നായ്ക്കളെ അതിനും കളിപ്പിക്കാൻ പാടില്ല. ഭക്ഷണം കൊടുക്കുകയാണെങ്കിൽ തന്നെ ആദ്യം വെക്ക് കൊടുക്കണം, എന്നിട്ട് ആർക്കും കൊടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. മൃഗങ്ങളല്ലാതെ ഏതെങ്കിലും പെൺകുട്ടികളോ അങ്ങനെ ആരെങ്കിലും ഷിമിലിന്റെ അടുത്ത് നിൽക്കുന്നത് കാവേരിക്ക് പൊസസീവ് ആവാറുണ്ടോ? അല്ല, അതിന് കുഴപ്പമില്ല. പക്ഷെ എന്നോട് കൂടുതൽ ശബ്ദം ഉയർത്തി സംസാരിക്കാൻ പാടില്ല, എന്റെ തോള് കൈയിടാൻ പാടില്ല. അതേമാതിരി വെള്ളടിച്ച് കണ്ട് അടുത്ത് വരായിക്കൂല. അങ്ങനെ എങ്ങാനും ഇപ്പൊ വരുവാണെങ്കിൽ കൂടുതൽ ഷൗട്ട് ചെയ്ത് സംസാരിക്കുകയാണ് ഷിമിലിനോടെങ്കിൽ എങ്ങനെ ആയിരിക്കും കാവേരി സ്പോട്ടിൽ റിയാക്ട് ചെയ്യുന്നത്? ആന ചാടി കയറും. കാരണം ഞാൻ അത് ആദ്യം അറിയില്ല. ഒരു പരിപാടിക്ക് ഒരാള് ഇതുപോലെ റോങ് ആയതല്ല, അയാൾ ഈ മേളം കൊണ്ട് ഉച്ചത്തിൽ സംസാരിച്ചതാ. ആന പരിപാടി എടുക്കുന്ന ആന ചാടി തിരിഞ്ഞു. ഒരു ദിവസം എത്ര നേരം നിങ്ങൾ സ്പെൻഡ് ചെയ്യാറുണ്ട്? ഞാന് രാവിലെ ഒരു 5:30, 6 തൊട്ട് വൈകിട്ട് 7 മണി വരെ വീട്ടിലാണ് ഇവരുടെ അടുത്ത് തന്നെയാണ്. ഞാൻ 7 മണിക്ക് ശേഷം ഓഫീസിൽ പോകുള്ളൂ. അപ്പോൾ ജീവിതത്തിൽ പകുതി മുക്കാൽ ഭാഗം വള കൂടെ തന്നെയാണ്. കാവേരിക്ക് വേണ്ടി മാറ്റി വെച്ചു. ഈ കാവേരിനെ കിട്ടിയ കഥ ഞങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുവാണെങ്കിൽ എങ്ങനെ ആയിരിക്കും? അതന്ന് വളരെ മോശപ്പെട്ട രീതിയിൽ നിൽക്കുകയായിരുന്നു. അതിപ്പോൾ ഞാനും കാവേരിയൊക്കെ ആലോചിക്കാൻ താല്പര്യമില്ലാത്തൊരു കാലമാണ്. അപ്പോൾ എല്ലാവരും അന്ന് ഈ പറഞ്ഞ മാതിരി എൻ്റെ വീട്ടുകാരായാലും ആരായാലും എല്ലാവരും എതിർത്തു. എല്ലാവരും പറഞ്ഞത് ഒരാഴ്ചക്കപ്പുറം ഈ ആന കടന്നു പോകില്ല എന്ന് എന്നോട് പറഞ്ഞത്, മരിച്ചു പോകുന്ന പറഞ്ഞിട്ട്. അങ്ങനെയുള്ള ഒരു ആനയാണ് ഇപ്പം ഇന്ന് കേരളത്തിൽ ഇങ്ങനെ കത്തി നടക്കേണ്ടത്. ഇപ്പൊ കേരളം കത്തിച്ചു എന്ന് പറഞ്ഞത് യൂട്യൂബിലൊക്കെ കാവേരിക്ക് ഒരുപാട് ഫാൻസ് ഉണ്ട്. അതായത് കേരളത്തിൽ തന്നെ കേരള ഇൻഫ്ലുവൻസേഴ്സ് മീറ്റിൽ മെമ്പർഷിപ്പ് കിട്ടിയ ഒരേ ഒരു ആനയാണ് കാവേരി. അപ്പം ഈ യൂട്യൂബിൽ വരുന്നു, കാവേരിക്ക് കേരളത്തിൽ മുഴുവൻ ഫാൻസ് ഉണ്ടാവുന്നു. അപ്പം ഇത്ര വയ്യാത്തൊരു സിറ്റുവേഷനിൽ നിന്ന് ഇങ്ങനൊരു സിറ്റുവേഷനിലേക്ക് എത്തിയപ്പോൾ അതിനെങ്ങനെയാണ് ഷിമിൽ നോക്കിക്കാണുന്നത്? അല്ല, അത് ഞാൻ പറഞ്ഞില്ലേ, അതായത് ഞാൻ ഒറ്റക്ക് എൻ്റെ ഒരു വാശിക്ക് ഞാൻ രക്ഷപ്പെടുന്നു, ഞാൻ മാത്രം വാശി പിടിച്ച് കൊടുന്നൊരു സംഭവം വിജയിക്കുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം വേറെ ഒന്നല്ലല്ലോ. പിന്നെ ഞാൻ പറഞ്ഞില്ല, കേരളത്തിലല്ല ഇവള്, ഞാൻ പറഞ്ഞ ഇവക്ക് ലണ്ടനിന്നും അതുപോലെ ദുബായിന്നും അവിടുന്നും ഇവിടുന്നും. അപ്പോൾ ഇപ്പോൾ ദുബായിക്ക് കയറാൻ വേണ്ടി അവിടുത്തെ ഫാൻസ് വെക്കും വേണ്ടിയിട്ട് ഇവളെ കൊണ്ടുപോകാൻ വേണ്ടി എന്തും ചെയ്യാൻ റെഡിയാണ്. അവിടെ സ്ഥലമൊക്കെ തരാൻ റെഡിയാണ്. പിന്നെ അതുമാതിരി പുറത്തുനിന്നൊക്കെ എത്ര ഗിഫ്റ്റ് വെക്ക് അയക്കേണ്ടത്. ഇവക്ക് കേരളത്തിൽ മാത്രമൊന്നല്ല, അത് ഇവളെ ഒരു ആറ്റിറ്റ്യൂഡ് കൊണ്ടായതാട്ടോ. മറ്റുള്ള ആനകളെ മാതിരിയല്ലല്ലോ. ഞാൻ പറഞ്ഞില്ലേ, ഇവള് ഇപ്പോൾ ഞാൻ എല്ലാത്തിലും പറഞ്ഞാണ്, എനിക്കൊരു മോനും ഒരു മോളുമാണ്, ഇതിൻ്റെ മോളാണ്. അപ്പോൾ അത് രണ്ടാളും ഒരേ സ്വഭാവമാണ്. പുറമക്കാരോട് സംസാരിക്കില്ല, അതിന്റെ മോനും അങ്ങനെ പുറമെയുള്ള ആൾക്കാരോട് വലിയ കമ്പനിക്ക് പോകില്ല. സെലിബ്രിറ്റി ആനയായതിനു ശേഷം കാവേരിക്ക് ഒരു കാരവാൻ ഉണ്ടെന്ന് കേട്ടല്ലോ, കാവേരിക്കല്ല, കാവേരിയുടെ കൂടെ പോകാൻ ഞാൻ എടുത്തതാണ്. അപ്പൊ എന്താ വെച്ചാൽ നമുക്ക് ഈ പരിപാടിക്കൊക്കെ പോകുമ്പോൾ നമുക്ക് ഈ പറമ്പിൽ അവിടെ ഇവിടെ നിൽക്കല് ബുദ്ധിമുട്ടാണല്ലോ. ഒന്നാമത് വീട്ടുകാർക്ക് താല്പര്യമില്ല നമ്മൾ പരിപാടിക്ക് പോകുന്നുണ്ട്. അപ്പോൾ ആനക്ക് പേരുള്ള നല്ല നല്ല പരിപാടിക്ക് ഞങ്ങൾ പോകും. സ്ഥിരമായിട്ട് പരിപാടി എടുക്കലില്ല, ഇവൾ എടുക്കേണ്ടതായ കുറച്ച് പരിപാടികളുണ്ട്. പണത്തിനേക്കാൾ ഉപരി ആഗ്രഹത്തിന് വേണ്ടി വാങ്ങിയൊരു ആനയാണ് കാവേരി. അപ്പം ഇപ്പൊ ഇതിൽ ആഗ്രഹം മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവളെ കൂടെ ഒരു ദിവസം നിന്നാരോ ഒരു ദിവസം എത്ര ചെലവാക്കുന്നുണ്ട്. ഇനി ഒരിക്കലും പണത്തിന് വേണ്ടി കാവേരി ഉപയോഗിക്കില്ല എന്ന് ഉറപ്പാണോ? ഉറപ്പാണ്. അത് ഞാൻ പറഞ്ഞില്ല, ഞാൻ എന്റെ പല ജാതി പരിപാടികൾ ഒഴിവാക്കിയിട്ടാണ് ഈ കൂടെ നടക്കുന്നത്. ഈ ഒരു നടത്തും കൂടി ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ ഇന്നൊരു മീറ്റിംഗ് വല്ല പരിപാടി ഉണ്ടെങ്കിൽ ഞാൻ പോവില്ല, ചെക്കന്മാരെ പോവാ. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും പല നഷ്ടങ്ങളും ഉണ്ട്. ജീവിതത്തിലെ 3/4 ഭാഗവും കാവേരിക്കൊപ്പം ചെലവാക്കുന്ന ഷിമില കാവേരിയെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട്? അല്ല, ഞാൻ പറഞ്ഞു എനിക്ക് അതിപ്പോ ഞാൻ പറഞ്ഞു, ഞാൻ ദുബായിലൊക്കെ പോയാലും 2ാമത്തെ ദിവസം ഇവിടെ എത്തും. പുറത്ത് പോയാലും എവിടെ പോയാലും 2ാമത്തെ ദിവസം ഞാൻ ഇവിടെ എത്തും. അപ്പൊ വീട്ടിൽ നിന്ന് വൈഫൊക്കെ എന്നോട് പറഞ്ഞ കാര്യം എന്താ വെച്ചാല്, നിങ്ങൾക്ക് ആകെ ഒരു കാവേരി ഉള്ളൂ, ഇത് വേറെ ആരുമില്ല. കാരണം വെച്ചാല് അവരെ കൂടെ ഒന്ന് പുറത്ത് പോകാനും കൂടി പറ്റില്ല. ഇപ്പൊ ഫാമിലിയൊക്കെ ഒരാഴ്ചക്കൊക്കെ ടൂർ പോകും, ഞാൻ പോകില്ല, എനിക്ക് പോകാൻ പറ്റില്ല. അപ്പൊ നമ്മളെന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഒരു ദിവസം പോയി വരാം, പിറ്റേ ദിവസം വൈകുന്നേരം മുന്നേ ആൾ ഇവിടെ എത്താം. കാവേരിയുടെ പേരിൽ ഭാര്യ പിണങ്ങിയിട്ടുണ്ടോ? എത്ര വട്ടം. കാരണം വെച്ചാല് ഇപ്പൊ ലാസ്റ്റ് വീട്ടുകാരൊന്നായിട്ട് മലേഷ്യക്കോ ഇവിടേക്കൊക്കെ പോയി, ഫാമിലി ഫുള്ള് പോയി. അപ്പോൾ ഒരാഴ്ചക്കോ 10 ദിവസത്തിനോ പോയത്. അപ്പോൾ ഞാൻ പോയില്ല, അപ്പൊ അവളും പോയില്ല. ഞാൻ പോവാത്ത കാരണം കാവേരിയല്ലേ. അപ്പൊ എന്നോട് പറയും, നിങ്ങൾക്ക് അതിന് കിട്ടുന്നതിന് കൊടുത്തൂടെ. അപ്പൊ ഞാൻ ഇതിനെ വീട്ടിൽ നിന്ന് വൈഫും എല്ലാവരും കൊണ്ടുവന്ന കാലത്ത് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി. അപ്പോൾ ഞാൻ അവളോട് പറയേണ്ടത്, അന്ന് വേറെ കൊമ്പനാനിന്റെ കയ്യിലുണ്ട്. അപ്പൊ ഇതും കൂടി ആയപ്പോൾ ഞാൻ ഇവളൊന്നും സമ്മതിക്കണില്ല, വീട്ടുകാരും സമ്മതിക്കണില്ല, ആരും സമ്മതിക്കണം. അപ്പൊ ഞാൻ ഇവളോട് എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, അത് കൊടുക്കാൻ വേണ്ടി എടുത്തതാണ്, അങ്ങനെ കൊണ്ടുവന്ന മുതലാണ്. അപ്പോൾ ഇപ്പോഴും ആ
ആ കഥ എന്നോട് പറയും, അന്ന് എന്നെ പറ്റിച്ചു കൊടുന്നാണ്. ഇപ്പൊ കാവേരി എങ്ങനെയാണ് വീട്ടുകാരുമായിട്ട്? പാപ്പാക്കും ഉമ്മാക്കും അനിയനും വരാം, വൈഫിനും വരാം. മക്കളെ താല്പര്യമില്ല, ചെറിയ മക്കളെ എനിക്ക് ഇഷ്ടമില്ല. അപ്പോൾ എൻ്റെ മോനെ മാത്രമേ പറ്റൂ. എൻ്റെ മോനെ പിന്നെ ചെറുപ്പം തൊട്ടേ കാണുന്നില്ലേ, അവൻ്റെ കൂടെ കളിക്കുകയൊക്കെ ചെയ്യും, പന്ത് കളിക്കും. അപ്പോൾ നമ്മൾ ഇവിടെ കാര്യങ്ങൾ ഇങ്ങനെ ഓരോരോ വീഡിയോയിൽ ഇങ്ങനെ പറയുമ്പോൾ ആൾക്കാർ പറയുന്നത് തള്ളാണ്, കുത്താണ്, അതാണ് ഇതാണ് പറയും. ഇതെന്താ വെച്ചാൽ ഇത് വന്ന് കണ്ടാലേ അറിയുള്ളൂ ഇവിടെ കാര്യങ്ങൾ. ഇപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ഇപ്പോൾ മറ്റൊരു ആനൻ്റെ രീതിയല്ല. അപ്പോൾ നമ്മളൊരു ആന എന്നുള്ളൊരു ആടിനെ കൊണ്ടിരിക്കേണ്ട ബുദ്ധിമുട്ടും കൂടി ഇല്ല ഇവിടെ, അല്ലേ? നമ്മളങ്ങോട്ട് പോയാൽ മതി, നമ്മളെ പിന്നാലെ വരും. കാവേരി എന്നല്ലാതെ ആന എന്ന് വിളിക്കുന്നത് കാവേരിക്ക് ഇഷ്ടമാണോ? അത് ഒരു ആനക്കും ഇഷ്ടപ്പെടില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ ചട്ടാക്കേണ്ടതും ചട്ടം പഠിപ്പിക്കേണ്ടതും പണിയെടുപ്പിക്കേണ്ടതൊക്കെ അതെടാനെ ഇതിങ്ങടാനെ ആനയെന്ന് വിളിച്ചിട്ടാണ്. അപ്പം ഞാൻ കണ്ടിടത്തോളം ഞാനിപ്പോൾ ഒരു 3-4 ആനൻ്റെ കൂടെ നടന്ന് ഇങ്ങനെയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലൊരു ആനക്കും ഈ ആനയെന്ന് വിളിക്കേണ്ട താല്പര്യമില്ല. ഓൽക്കൊക്കെ മോളെ ആ കൊഞ്ചിച്ച് വിളിക്കുന്ന താല്പര്യം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇവർക്ക് 5 വയസ്സായ കുട്ടികളെ ബുദ്ധിയുള്ളൂ. ചെറിയ കാര്യത്തിന് പണങ്ങും, ചെറിയ കാര്യത്തിന് പേടിക്കും, ചെറിയ കാര്യത്തിന് തെറ്റും, ചെറിയ കാര്യത്തിന് സങ്കടമാവും. അപ്പോൾ 5 വയസ്സായ കുട്ടിനെ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു, ആ രീതിക്ക് കൈകാര്യം ചെയ്താൽ വലിയ പ്രശ്നമൊന്നുമില്ലാതെ കൊണ്ടുനടക്കാം. ചെറുപ്പം മുതൽ തന്നെ ആനപ്രേമം ഉണ്ടായിരുന്നു ഷിമിലിന്? എനിക്ക് ആനപ്രേമം എന്നല്ല, ഞാൻ വെറും മൃഗം വണ്ടി, അതല്ലാത്ത ഒരു പരിപാടി നമ്മൾ എടുത്തില്ല. അതിനും വേണ്ടി ചിലപ്പോൾ ഏത് അറ്റം വരെ പോകും ചെയ്യും. കാവേരി എക്സ്പെൻസീവ് ആണോ? ഒരു ദിവസം കാവേരിനെ വളർത്തണമെങ്കിൽ എത്ര രൂപ വരെ ചിലവാകും? ഒരു 4000 വരെയൊക്കെ ഒരു ദിവസം. കാരണം മറ്റുള്ള ആനകളെ മാതിരിയല്ല, ഞാനിവക്ക് പ്രത്യേക ഐറ്റംസുകളും സാധനങ്ങളും ഒക്കെയാണ്. ധാന്യപ്പൊടി, അത് ഇത്, മീനെണ്ണ. അത് കാവേരിയുടെ ഒരു ദിവസത്തെ ഒരു മെനു പറയുകയാണെങ്കിൽ എങ്ങനെയൊക്കെ ആയിരിക്കും? അത് രാവിലെ അവല് ഈത്തപ്പഴം തൊട്ട് തുടങ്ങും. പിന്നെ പട്ട, പുല്ല്, പ്ലാവിൻ്റെ ഇല, ഒരു ഒറ്റ ഫുഡ് മാത്രമല്ല. പിന്നെ നിങ്ങൾ കണ്ടില്ലേ, ഈ കടയിൽ തന്നെ മാസം ഒരു പറ്റുണ്ടാവും. പിന്നെ വൈകിട്ട് ചോറിൽ ധാന്യപ്പൊടികളൊക്കെ മിക്സാക്കി പൊടിച്ചിട്ട് ചോറും അതിൽ മറ്റേ കുറച്ച് സൗന്ദര്യം കൂടാനുള്ള മീനെണ്ണ, അത് ഇത് ഐറ്റംസൊക്കെ. അതാണ് ഇവക്ക് ഈ ശരീരത്തിലൊക്കെ ഈ രോമം വരാൻ കാരണം അതാണ്, ഈ മീനെണ്ണ കൊടുക്കുന്നുണ്ട്. അങ്ങനെ സുന്ദരിയാക്കി കൊണ്ടുവന്ന കാവേരിയാണ്. അതെ. അവസാനമായിട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് കാവേരിയുടെ ഒരു സല്യൂട്ട് ഞങ്ങൾക്കായിട്ടൊന്ന് ചെയ്യാൻ പറയുമോ ഷിമില്? കൊടുക്കാം. കൊടുത്തൊരു സല്യൂട്ട് കൊടുത്തേ. എങ്ങനെ സല്യൂട്ട് കൊടുക്കുന്നു? മതി പോവാ. ഇവിടെ കാവേരി മാത്രമല്ല, വേറെ കുറേ ആൾക്കാർ കൂടി ഉണ്ട്. നിങ്ങൾക്ക് സൈഡിൽ നോക്കി അറിയാം, കുറേ വെള്ള കുതിരകളെ കാണാം. കുതിരകൾ മാത്രമല്ല, നായ്ക്കളുണ്ട്, പോത്തുകളുണ്ട്, അങ്ങനെ കുറേ അധികം ആൾക്കാരുണ്ട്. അപ്പോൾ നമുക്ക് അവരുടെ വിശേഷങ്ങളിലേക്ക് പോയാലോ? അപ്പോൾ ഇതാണ് എൻ്റെ മക്കള്. 10-40 ആൾക്കാർക്ക് മേലുണ്ട് ഇവിടെ. അപ്പം ഇത് ഏതൊക്കെയാണ് ഇനങ്ങൾ? ഏതൊക്കെയാണ്? ഇത് ഗ്രേറ്റ് ഡേന്, ഇത് ഡോബർമേന്, അത് ലാബ്, പിന്നെ അവിടെ ഒരു ഡോബർ ഉണ്ട്, പിന്നെ 2 നാടനുണ്ട്. നാടനും ഉണ്ട്. ഈ നായയുടെ പേരെന്താണ്? ഇത് റാഡോ, ഇത് ബ്രൂണോ. റാഡോ, ബ്രൂണോ. ചെറുത് ഉണ്ടപ്പെട്ടി. ഇത് വേറെ രസമുണ്ട്. ഇവള് കാവേരിനെ കൊണ്ട് പറഞ്ഞ ഭയങ്കര ഫാൻസ് ഉള്ള ആളാണ്. ഉണ്ടപ്പെട്ടി എന്നുള്ള പേരിടാൻ കാരണം തിന്ന റെസ്റ്റ് എടുക്കുക, ആ പരിപാടിയാണ്. അപ്പൊ നമ്മളെ ചെറുക്കട്ട പേരാണ് ഉണ്ടപ്പെട്ടി. ഈ 2 പേരും വയലന്റ് ആണോ കണ്ടിട്ട്? അല്ല, ഇവനാണ് ഇവിടുത്തെ മെയിൻ വാച്ചിങ് ഡോഗ്. അതായത് ഇവന്റെ പ്രത്യേകത എന്താ വെച്ചാല് നമ്മൾ പറഞ്ഞാ വരാം, നമ്മൾ പറയാതെ കൂടെ ഇറങ്ങിയാൽ കടിക്കും. അപ്പൊ ഒരു 5-8 ആൾക്കാരെ കടിച്ചിട്ടുണ്ട് ഇപ്പൊ. ഇവിടെ അതിനിടയ്ക്ക് 5-6 വരെ കടിച്ചിട്ടുണ്ട്. കാവേരിയായിട്ട് എങ്ങനെ ഇവര്? കാവേരിയായിട്ട് ഇവര് എല്ലാവരും നല്ല കമ്പനിയാണ്. കാവേരിക്ക് ഇവിടുത്തെ ടർക്കി കോഴികളല്ലാത്ത എല്ലാരും ഇഷ്ടമാണ്. ഈ നായ്ക്കൾക്കൊക്കെ എത്ര രൂപ വരും? അല്ല, ഇതിനൊരു സത്യം എന്താ വെച്ചാല്, ഈ ബ്രൂണോ അതുപോലെ മേലുള്ള 2 നായ്ക്കൾ മാത്രമേ ഞാൻ വില കൊടുത്ത് വാങ്ങിയിട്ടുള്ളൂ. ബാക്കിയൊക്കെ ഞാൻ അഡോപ്റ്റ് ചെയ്താണ്. അതായത് ഇതിന്റെ ഓണർമാർ കാനഡ പോയപ്പോൾ തന്നതാണ്. ഉണ്ടപ്പെട്ടി അതിന് ചെറുപ്പത്തിൽ കൈനൊരു ചെറിയ വികലാംഗത ഉണ്ട്, അങ്ങനെ ഒഴിവാക്കിയപ്പോൾ തന്നതാണ്. ബാക്കിയുള്ളതൊക്കെ അങ്ങനെ തന്നെ, ഓരോരുത്തർക്ക് നോക്കാൻ ബുദ്ധിമുട്ടായിട്ട് തന്നതാണ്. ഇവരിൽ ഏറ്റവും കൂടുതൽ സ്നേഹം ആർക്കാണ് ഷിമിലിനോട്? അത് ബ്രൂണോ ആവും. ഞാൻ രാത്രി ഒരു 10 മണിക്ക് ശേഷം എന്നും വെക്ക് വെള്ളവും പട്ടിയും കൊടുക്കാൻ വരും. അപ്പോ നല്ല മഴക്കുള്ള ദിവസം നമ്മൾ മഴ കൊണ്ട് കാണുന്നത് ചെയ്യേണ്ടി വരും. അപ്പൊ ഇവരൊക്കെ മഴ ആയ എല്ലാവിടെയും മഴ കൊള്ളാതെ ഇരിക്കും. ബ്രൂണോ ഞാൻ വന്ന മയത്തിന്റെ കൂടെ വരും, ഓടി നടന്ന്. പിന്നെ ബ്രൂണോ എപ്പോഴും നമ്മളോട് ഒരു എക്സ്ട്രാ അറ്റാച്ച്മെന്റ് ഉള്ള ആളാണ്. ഇവന്മാര് തമ്മിൽ വഴക്കുണ്ടോ? ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. വന്ന ഫസ്റ്റ് 2 ദിവസമൊക്കെ ഉണ്ടാവും, പിന്നെ കുഴപ്പമൊന്നുമില്ല. റാഡോയോ ഇതുപോലെ തന്നെ കാവേരിയോട് പറയുന്ന പോലെ തന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ ചെയ്യോ? സല്യൂട്ടോ ഹായിയോ അങ്ങനെ എന്തെങ്കിലും? അല്ല, റാഡോ ഒരു ഗൗരവക്കാരനാണ്. അതായത് കൊഞ്ചലും കളിയൊന്നും ആളെടുത്തില്ല. ആളിങ്ങനെ മൂപ്പര ആ ഒരു രീതിക്ക് കലിപ്പ് മൂടാണ്. ഇവനെ കൊടുക്കുന്നത് നമ്മളൊരു ഡ്രൈവറാണ്. ആ ഡ്രൈവർ 2ാം ദിവസം കടിച്ച് കഷ്ണെടുത്തു. പിന്നെ ഞാൻ പറഞ്ഞ ഭയങ്കര അറ്റാച്ച്മെന്റ് ഉണ്ടോ. അതായത് ഇവന് ഇവിടെ ഇഷ്ടപ്പെട്ട ആൾക്കാര് കുതിരകളാണ്. അവരെ കൂട്ടുന്ന ഇറക്കുമ്പോഴൊക്കെ ഭയങ്കര പ്രശ്നം ഉണ്ടാവും. അതുപോലെ നമ്മൾ ഈ സൈഡിൽ കുറെ കുതിരകളെ കണ്ടു. ഏകദേശം എത്ര കുതിരയുണ്ട് ഇവിടെ? നമ്മുടെ അടുത്ത് ഇവിടെ 7 കുതിര. ഇതില് ഒരു കുതിര റേസിന് പോകുന്ന ഈ മജൂക്കി പറഞ്ഞ കുതിര. കുതിരകളുടെ പേരെന്തൊക്കെയാണ്? ഇത് മജൂക്കി, മജൂത്ത്, അത് കെബീർ, അത് വീര. മറ്റേ അതിന്റെ അപ്പുറത്ത് ഷേർഖാന്, അത് കഴിഞ്ഞ് ഹീര, അപ്പുറത്ത് ലൈല.
ലൈല, ഹീര, ഷേർഖാൻ അങ്ങനെ കുറെ കുതിരകളുണ്ട്. കുതിരകളെയൊക്കെ എപ്പോഴാണ് പുറത്തിറക്കുന്നതും? കുതിരകളെ നമ്മള് രാവിലെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നേരം വർക്കൗട്ട് കൊടുക്കും. ഈ പേരുകളൊക്കെ ഷിമില് തന്നെയാണോ ഇടുന്നത്? ഞങ്ങളുടെ ഉണ്ടാവും ഇവിടെ എല്ലാം. ഞാൻ പറഞ്ഞ ചികിത്സ അടക്കം ഞങ്ങളാണ്. എന്തായാലും ഒരുപാട് സന്തോഷം. ഒരുപാട് മൃഗങ്ങളുണ്ട്. ഞങ്ങൾ കാവേരിനെ അന്വേഷിച്ച് വന്നപ്പോഴത്തേന് ഞങ്ങൾക്ക് കിട്ടിയത് വേറെ കുറേ കൂട്ടുകാരെ തന്നെയാണ്. സോ എനിവേ ഇത്രയധികം എന്താ പറയുന്നത് മൃഗങ്ങളെയൊക്കെ സ്നേഹിക്കുന്ന ഷിമിലിന് 1000 ആശംസകൾ. താങ്ക് യു സോ മച്ച്. ഒരുമയുടെ നാടൻ സെലിബ്രേഷൻ സാറാസ്.